പ്രിയമുള്ളവരെ, വിമല കോളേജ് മലയാള ഗവേഷണ വിഭാഗത്തിൻ്റെ പോഡ്കാസ്റ്റ് പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പോഡ്കാസ്റ്റ് ചിങ്ങമാസം മലയാളിയുടെ പുതുവർഷം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് യുവ എഴുത്തുകാരി സ്വാതി വി. പുതുകവയത്രികളിൽ ശ്രദ്ധേയയായ സ്വാതി ആനുകാലികങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും ഒരുപോലെ എഴുതുന്നു. 2022 ജാതിക്കുമ്മി കവിതാ പുരസ്കാരം, 2022 പ്രഥമ PM പള്ളിപ്പാട്ട് കവിതാ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. സ്വാതിയെ സ്നേഹപൂർവ്വം വിമല കോളേജ് മലയാള വിഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാതിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഏവർക്കും നമസ്കാരം. കർക്കിടകം കൊട്ടിയ പാഴ്ചട്ടിയുമായി പോയി കാലം കളിമണ്ണ് കുഴച്ചാലയിൽ നിൽക്കുന്നു. പുത്തൻ കാലമിതുമെനയും പുകിലുകൾ ആർക്കുമ്പോൾ, കറ്റമെതിച്ചിടും പദനൃത്തം മുഴുകുമ്പോൾ, പുത്തരി വേവുന്ന മണം പുരകളിൽ നിറയുമ്പോൾ, ഒരു ചിങ്ങം കൂടി, തിരുവോണം കൂടി. ശ്രീ ONV കുറുപ്പിൻ്റെ ഒരു ചിങ്ങം കൂടി എന്ന കവിതയിലെ വരികളാണിവ. പണ്ട് കോരിച്ചൊരിയുന്ന കർക്കിടക മാസം തൊഴിലെടുക്കാൻ അനുവദിക്കാതെ പണിയാളരെ മുഴുപട്ടിണിയിലാഴ്ത്തിയിരുന്നു. ആ വറുതിക്കാലത്തെ അതിജീവിച്ച് അവർ സ്വപ്നങ്ങൾ നെയ്യുന്ന മാസമാണ് ചിങ്ങമാസം. കൊല്ലവർഷ ആരംഭത്തിലെ ആദ്യ മാസം. ചിങ്ങം 1 കേരളീയർക്ക് കർഷക ദിനം കൂടിയാണ്. സൂര്യൻ ചിങ്ങം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം. സിംഹത്തിൻ്റെ രൂപത്തിലുള്ള ലിയോ എന്ന നക്ഷത്രഘടനയെ സൂചിപ്പിക്കുന്നു ചിങ്ങം. ചിങ്ങവും മേടവും കാർഷിക സംബന്ധിയായ സംക്രമണ കാലങ്ങളാണ്. മേടത്തിന് പുതിയ തൈകൾ നടാറുണ്ട്. ചിങ്ങം കൊയ്ത്തിൻ്റെ കാലമാണ്. വിരിപ്പു കൃഷിയുടെ കൊയ്ത്തുകാലം. കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പട്ടിണി മാറ്റുന്ന ഗൃഹാതുരതയാണ് കേരളീയർക്ക് ചിങ്ങമാസത്തിലെ ഓണാഘോഷം. കാണം വിറ്റും ഓണമുണ്ണണമെന്നൊരു പഴഞ്ചൊല്ല് നമുക്കുണ്ട്. പരാധീനതകളുടെ കർക്കടകം കഴിഞ്ഞുള്ള പ്രതീക്ഷയുടെ പുലരികളാണ് ചിങ്ങത്തിൻ്റേത്. ചിങ്ങത്തിലെ അത്ത മുതൽക്കുള്ള 10 ദിവസമാണ് ഓണാഘോഷം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൂക്കളങ്ങളും നാടൻ കളികളുമായി കേരളീയർ ഓണം ആഘോഷിക്കുന്നു. വള്ളം കളി, വള്ളം സദ്യ, അത്തച്ചമയം, പുലിക്കളി, കുമ്മാട്ടി, ഓണത്താർ, ഓണവിപണി എന്നിവയെല്ലാം ഓണാഘോഷത്തിൻ്റെ ഭാഗമാണ്. സംഘകാല കൃതികളായ പത്തുപാട്ടിലും മധുരൈ കാഞ്ചിയിലും ഓണത്തെ സംബന്ധിച്ച പരാമർശങ്ങളുണ്ട്. ശ്രാവണ മാസത്തിലെ ബൗദ്ധ ആഘോഷമായിരുന്നു ഓണമെന്ന ചരിത്രവാദം കൂടി ഉണ്ടെന്ന് നമുക്കറിയാം. ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം. കേരളത്തിൽ പ്രബലമായ ഐതിഹ്യം നാടുവാണിരുന്ന മഹാബലി എന്ന അസുര ചക്രവർത്തി പ്രജകളെ കാണാൻ വീണ്ടും എത്തുന്നതാണ്. ചവിട്ടി താഴ്ത്തിയവരെല്ലാം ഒരിക്കൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ കൂടിയാണ് ഓണം നൽകുന്നത്. ഓണം പ്രതീക്ഷയെയും അതിജീവനത്തെയും സൂചിപ്പിക്കുന്നു. നന്ദി.